അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സലിഞ്ഞു. പ്രവാചകൻ മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇവർ ഇസ്ലാമിലേക്ക് വരുന്നത്, താല്പര്യപൂർവ്വം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേർക്കും മാപ്പ് കൊടുത്തു. അവരെ ഇസ്ലാം മതം സ്വീകരിച്ചു. അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇത് കഴിഞ്ഞ് അല്പവും കൂടി മുന്നോട്ടെത്തി മർറു ദഹ്റാൻ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അവിടെ എത്തിയിട്ടുണ്ട്. 10,000 ആളുകളാണ് ചുരുങ്ങിയത് പ്രവാചകനോടൊപ്പം ഉള്ളത്. മദീനയിലെയും പരിസരത്തുള്ള വിവിധ ഗോത്രങ്ങൾ വ്യത്യസ്തമായ പതാകകൾക്ക് കീഴിൽ പ്രവാചകനോടൊപ്പം ഈ യാത്രയിൽ പുറപ്പെട്ടിട്ടുണ്ട്. ഖുറൈശികൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയാത്തൊരു പ്രവാഹമാണ് ഇവിടെയുള്ളത്. ഈ രംഗമെല്ലാം മനസ്സിലാക്കിയ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആലോചിച്ചു, ഏറ്റവും നല്ലത് ഖുറൈശികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർഭയത്വം ചോദിക്കുക. അതല്ല, ഒരു യുദ്ധത്തിനാണ് ഒരുങ്ങുന്നതെങ്കിൽ ഖുറൈശികളുടെ ഉന്മൂലനാശത്തിലേക്ക് അതെത്തും. അദ്ദേഹം ഓടിച്ചെന്നുകൊണ്ട് ഖുറൈശികളോട് പറഞ്ഞു, വാ സബാഹ ഖുറൈശ്, ഖുറൈശികളെ നിങ്ങൾക്ക് നാശത്തിന്റെ പ്രഭാതമാണ് വരുന്നത്. പ്രവാചകന്റെ അടുക്കിലേക്ക് പോയി നിങ്ങൾ അമാൻ ചോദിച്ചോളൂ, നിർഭയത്വം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല, ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന്. പ്രവാചകന്റെ ഒട്ടകത്തിൽ യാത്ര ചെയ്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞ് തിരിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ കൂടെ അബൂ സുഫിയാനുണ്ട്, മക്കയിലെ ഭരണാധികാരിയായ നേതാവായ അബൂ സുഫിയാൻ. അബൂ സുഫിയാനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും ഈ സംഘം ഇങ്ങനെ വരുന്നത് ദൂരത്തുനിന്ന് കണ്ടു. കണ്ടപ്പോൾ അവർ പറഞ്ഞത്, അതാ ഖുസാ ഗോത്രക്കാരായിരിക്കും. നേരത്തെ ഖുറൈശികൾ കൂടി ആക്രമിച്ചിരുന്ന ഖുസാ ഗോത്രക്കാരായിരിക്കുമോ? അപ്പൊ ചർച്ച ചെയ്തപ്പോൾ അവർക്ക് അഭിപ്രായം തോന്നിയത് ഖുസാ ഗോത്രക്കാരാവാൻ സാധ്യതയില്ല, ഇത്ര അധികം ആൾക്കാരുണ്ടാവുമോ, അതുകൊണ്ട് ഖുസാ ആയിരിക്കില്ല. അപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ അടുത്ത് എത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരും അനുചരന്മാരും അവിടെ എത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ അബൂ സുഫിയാൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ പിന്നിൽ വാഹനത്തിൽ കയറിയിരുന്നു. കടന്നു പോകുന്ന വഴിയിൽ ഓരോരുത്തരും നോക്കുന്നുണ്ട്, ആരാ? അത് അബ്ബാസ് റളിയല്ലാഹു അൻഹു, റസൂലിന്റെ ഒട്ടകം. ശത്രുക്കൾ നുഴഞ്ഞു കയറുന്നുണ്ടോ, ശത്രുക്കളുടെ ചാരസംഘടനയിൽപ്പെട്ട ആളുകളാണോ എന്ന് സംശയിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ നോക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലെത്തി. ഉമർ റളിയല്ലാഹു തിരിച്ചറിഞ്ഞു പിന്നിലിരിക്കുന്ന ആളാരാണ്. അദുവുല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രു നേതാവേ, നീയാണോ പ്രവാചകന്റെ ഒട്ടകത്തിൽ കയറിയിരിക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു ആക്രോശിച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിവേഗത്തിൽ ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഈ വ്യക്തിക്ക് നിർഭയത്വം നൽകരുത് എന്ന ശൈലിയിൽ ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറെ ക്ഷമിക്കുക, ശാന്തനാവുക. അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പോകൂ, നാളെ ഫജ്ർക്ക് സുബഹിക്ക് ശേഷം അബൂ സുഫിയാനെയും കൊണ്ടുവരും. ഒരിക്കലും അബൂ സുഫിയാൻ പ്രതീക്ഷിച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമെന്ന്. അദ്ദേഹം കണക്ക് കൂട്ടിയത്, തീർച്ചയായും ഞാൻ കീഴടങ്ങേണ്ടി വരും, എന്നെ പിടിച്ച് തടവിലാക്കും, കുറ്റവിചാരണ നടത്തും, ഒരുപക്ഷെ തന്റെ ജീവൻ നഷ്ടപ്പെടും. കാരണം അത്രയും മുസ്ലിങ്ങളെ കൊന്നൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണല്ലോ. ഒരു യുദ്ധക്കുറ്റ വിചാരണ നടത്തിയിട്ട് താൻ ശിക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷയിലായിരുന്നു അബൂ സുഫിയാൻ ഉണ്ടായിരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം അദ്ദേഹത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തി. അങ്ങനെ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിൽ, അബ്ബാസ് റളിയല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ അന്ന് രാത്രി അദ്ദേഹം കഴിയുന്നു. രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം നിർഭയത്വമല്ല ചോദിച്ചത്, അദ്ദേഹത്തിന്റെ മനസ്സ് പരിവർത്തിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉദാരമായ മനസ്സ് കണ്ടപ്പോൾ എന്തിന് ഞാൻ ഈ പ്രവാചകനെ തള്ളിപ്പറയണമെന്ന ചിന്തയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂ സുഫിയാൻ, അല്ലാഹു അല്ലാത്ത മറ്റൊരു ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായി ഉണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നുവോ? ഇല്ല. എങ്കിൽ എന്തുകൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിച്ചുകൂടാ? ഞാൻ അംഗീകരിക്കുന്നു. അങ്ങനെ പ്രവാചകന്റെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ രീതിയിലുള്ള വിശദീകരണം അദ്ദേഹം നൽകിയപ്പോൾ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചു പോകുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അബൂ സുഫിയാൻ
ഫഖർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, സമൂഹത്തിൽ ഒരു ഉന്നതി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക നിവാസികൾക്ക് ഒരു പ്രഖ്യാപനം നടത്താൻ പറഞ്ഞു. ആരെങ്കിലും സ്വന്തം വീടിന്റെ വാതിൽ അടച്ചിട്ട് കഴിയുന്നുവെങ്കിൽ അവരൊക്കെ നിർഭയരാണ്. ആരെങ്കിലും മക്കയിലെ പള്ളിയിൽ ഹറമിൽ അഭയം തേടുന്നുവെങ്കിൽ അവർ നിർഭയരാണ്. ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടുന്നവർ അവരും നിർഭയരാണ്. ഈ പ്രഖ്യാപനം മക്കയിൽ വിളിച്ചു പറഞ്ഞു. മഹാഭൂരിപക്ഷം ആളുകളും ഈ അഭയം അംഗീകരിച്ചു. പറയാൻ മാത്രം ഏറ്റുമുട്ടലൊന്നും പിന്നെ ഉണ്ടായില്ല. പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാൻ അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, പോകുന്ന വഴിക്ക് നേരെ അങ്ങ് പോകാൻ പറ്റണ്ട അബൂ സുഫിയാനെ, അവിടെ നിർത്ത് വഴിയിൽ. മുസ്ലിം സംഘങ്ങൾ കടന്നു പോകുന്നത് അബൂ സുഫിയാൻ കാണട്ടെ. എല്ലാവരുടെ കയ്യിലും ചൂട്ടുണ്ട്. എല്ലാവരോടും ചൂട്ട് കത്തിക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു. എല്ലാവരും തീ കത്തിച്ചു. 10,000 ആളുകളാണുള്ളത്. അങ്ങനെ സംഘമായി ചൂട്ട് കത്തിച്ചുകൊണ്ടുള്ള വെളിച്ചവുമായിട്ടുള്ള ഈ ആളുകൾ കടന്നു പോകുന്നു. അബൂ സുഫിയാൻ ഇതിങ്ങനെ നോക്കി നിന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു ചോദിക്കുന്നത്, ഏതാ? അതിന്ന ഗോത്രക്കാരാണ് അതോ? അപ്പോൾ അവസാനം അബൂ സുഫിയാൻ പറഞ്ഞു, ഇനി ആരുണ്ട് ഖുറൈശികൾക്ക് ബാക്കി? അറബ് രാജ്യത്തുള്ള എല്ലാ ഗോത്രങ്ങളും ഇസ്ലാമായി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും പ്രവാചകന്റെ കൂടെ ആയിട്ടുണ്ട്. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ലഖദ് അസ്ബഹ മുൽകു ബിനി അഖീക അലീമ, താങ്കളുടെ സഹോദരപുത്രന്റെ രാജാധിപത്യം അലീമൻ, മഹത്തായിരിക്കുന്നു. ആ വാക്കിൽ തെറ്റുണ്ടല്ലോ. അബൂ സുഫിയാന്റെ ആ വിലയിരുത്തൽ അബദ്ധമുണ്ടല്ലോ. അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുത്തി, ഇന്നഹൻ നുബുവ്വ, ഇത് നുബുവത്തിന്റെ മഹത്വമാണ്, പ്രവാചകത്വത്തിന്റെ പ്രത്യേകതയാണ്, അധികാരത്തിൻ്റെതല്ല. പ്രവാചകൻ രാജാവല്ല, രാജത്വ പദവിയുടെ മഹത്വവുമല്ല ഇത്. മറിച്ച് പ്രവാചകൻ അള്ളാഹുവിന്റെ സന്ദേശമാണ് ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. ആ ദൈവിക സന്ദേശം നുബുവത്തിന്റെ മഹത്വമാണിത്. അതിന്റെ പേരിലാണ് പ്രവാചകരോടൊപ്പം ഈ ആളുകൾ അണിചേർന്നിട്ടുള്ളത്. തിരുത്തി പഠിപ്പിച്ചു. ശരി, ഞാനത് അംഗീകരിക്കുന്നു എന്ന് അബൂ സുഫിയാൻ ആ സമയത്ത് പറഞ്ഞു. ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം വളരെ ശ്രദ്ധേയമാണ്. ഈ ആളുകൾ കടന്നു പോകുന്ന രംഗം കാണുന്ന അബൂ സുഫിയാന്റെ മനസ്സ്, അത് കടന്നു പോകുന്ന 10,000 കടന്നു പോകുന്ന വെളിച്ചവുമായി പോകുന്ന രംഗം കാണുന്ന ഖുറൈശി നേതാക്കന്മാരുടെ മനസ്സ് തകർന്നുപോയി, ആശ്ചര്യപ്പെട്ടുപോയി. അവർ മനോവീര്യം തകർന്നുപോയി. നേരിടാൻ കഴിയാത്ത, എതിർക്കാൻ സാധിക്കാത്ത ഒരു ശക്തിയായി, ജനവിഭാഗമായി അറബ് ലോകത്ത് മുസ്ലിങ്ങൾ ആയിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന ബോധം ഖുറൈശികളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. കാരണം മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ വെളിച്ചവുമായി കടന്നുപോകുന്ന സംഘങ്ങളായിട്ടുള്ള ആളുകളെയാണ്. അതും യുദ്ധത്തിലെ ഒരു തന്ത്രവും കൂടിയാണ്. ഏതൊരു യുദ്ധത്തിന്റെയും വിജയത്തിന് വേണ്ടത് മനോദാർഢ്യതയും മനോവീര്യവുമാണ്. ആയുധങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് മാത്രം യുദ്ധം വിജയിക്കില്ല. ആ കയ്യിന്റെ ഉടമയുടെ മനസ്സിന് ദൃഢതയുണ്ടാവണം, മനോശക്തി ഉണ്ടാകണം, തന്റെ ഇടമുണ്ടാകണം, കരുത്തുണ്ടാകണം. അല്ലെങ്കിൽ ആയുധം കയ്യിൽ കടന്ന് വിറച്ച് താഴേക്ക് വീണുപോകും. ഈ മനോവീര്യം തകരുന്ന രംഗമാണ് ഖുറൈശികൾ ദൃക്സാക്ഷികളായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രവേശിക്കുന്നു. വിവിധ ഭാഗങ്ങളിലൂടെ മക്കയിലേക്ക് പ്രവേശിച്ചു. 4 ഭാഗത്തുകൂടെയാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, വലാ യുഖാതിലു ഇല്ലാ മൻ ഖാതലഹു, ഇങ്ങോട്ട് യുദ്ധം ചെയ്തവരോടല്ലാതെ തിരിച്ച് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. അതായിരുന്നു നിർദ്ദേശം. ഒരിക്കലും ഒരാളെയും നിങ്ങൾ ആക്രമിക്കരുത്. ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള മാർഗം സ്വീകരിക്കുക. അതാണ് പ്രവാചകൻ ആഗ്രഹിച്ചിരുന്നത്. മക്കയിലേക്ക് പ്രവേശിക്കുന്ന വിവരമറിഞ്ഞു. മക്കയുടെ സമീപത്ത് പ്രവാചകൻ പോകുന്ന വഴിയിൽ കുറച്ചാളുകൾ കാത്തിരുന്നു ആക്രമിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു തന്ത്രമാണ് സ്വീകരിച്ചത്. സമീപത്തെത്തിയപ്പോൾ പ്രവാചകൻ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ആളുകളോട് പറഞ്ഞു. ശത്രുക്കൾ വരുന്ന വഴി കാത്തിരിക്കുകയാണ്. പക്ഷെ സഞ്ചരിച്ച ആളുകളെത്തിയ മറ്റൊരു വഴിയിലാണ്.
ആ വഴിയിലൂടെ ഹറമിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ആക്രമിക്കാൻ കാത്തിരുന്ന ആളുകളുടെ കേന്ദ്രത്തിൽ നിന്ന് വളരെ ദൂരമാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ എത്തിയിട്ടുള്ള കേന്ദ്രം. അതുകൊണ്ട് ഈ വിദൂര ഭാഗത്ത് നിന്ന് വന്ന് മുസ്ലിങ്ങളെ പ്രതിരോധിക്കാൻ അത് സാധ്യമല്ല. അതും ഒരു ചെറു സംഘം മാത്രമാണ്. ചെറിയ ഏറ്റുമുട്ടലിന് ശ്രമം നടത്തിയെങ്കിലും മുസ്ലിങ്ങളുടെ ശക്തി കണ്ടപ്പോൾ, ആളുകളെ കണ്ടപ്പോൾ അവർ യുദ്ധം വേണ്ട എന്ന് തീരുമാനിച്ച് തിരിച്ചുപോയി. ഇങ്ങനെ മക്കയിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുകയാണ്. പ്രവാചകന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു മക്കയുടെ ആധിപത്യം പ്രവാചകന്റെ കയ്യിലേക്ക് വരിക, മക്കയിലുള്ള ആളുകൾ ഇസ്ലാമായി തീരുക, കഅബ ഇസ്ലാമിന്റെ ചിഹ്നമായി മാറുക. ഇത് ഇസ്ലാമിന്റെ വിജയത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ രക്തരൂക്ഷിതമല്ലാത്ത, രക്തരഹിതമായ ഈ അധിനിവേശം പ്രവാചകൻ നടത്തുമ്പോൾ ഈ വിജയഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവാചകൻ അങ്ങേയറ്റം വിനീതനായിട്ടാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. ലോക ചരിത്രത്തിൽ നമ്മൾ കാണുന്നതൊക്കെ മറിച്ചാണ്. ഒരു രാജ്യം, ഒരു ശത്രു രാജ്യം കീഴടങ്ങി ആ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾ അഹങ്കാരികളായി മാറും. ഖുർആൻ തന്നെ ബിൽഖീസ് രാജ്ഞിയുടെ ഒരു വാക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ മുലൂക ഇദാ ദഖലു. രാജാക്കന്മാരൊരു നാട്ടിലേക്ക് പ്രവേശിച്ചാൽ ആ നാട്ടിലെ നശിപ്പിക്കും, അവിടെയുള്ള ഉന്നതന്മാരെ നിസ്സാരന്മാരാക്കി, നിന്ദ്യരാക്കി മാറ്റും. അതാണ് രാജാധിപത്യത്തിന്റെ രീതി. ലോകത്ത് അധിനിവേശ ശക്തികളെല്ലാം ലോകത്ത് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റ വിനയത്തോടുകൂടെയാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ഹിലെ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊണ്ട് ഈ രാജ്യവും ഈ സമൂഹവും തന്റെ മുമ്പിൽ അണിനിരന്നപ്പോൾ റബ്ബിനോട് അങ്ങേയറ്റം വിനയാധ്യനായിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടെ പ്രവാചകൻ പ്രവേശിക്കുകയാണ്. യാതൊരു ഏറ്റുമുട്ടലുമില്ല, നിർഭയത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സമാധാനപൂർവ്വം ഹറമിലേക്ക് റസൂലുള്ളാഹി പ്രവേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിൽ പ്രവേശിച്ച ശേഷം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചുരുക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിർവഹിക്കുന്നത് ശുദ്ധീകരണമാണ്. ഹറം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയതാണ്. അദ്ദേഹമാണ് കഅബ നിർമ്മിച്ചിട്ടുള്ളത്. കാലങ്ങൾക്ക് ശേഷം സമൂഹത്തിൽ ജീർണതകൾ ബാധിച്ചപ്പോൾ ആ ജീർണതയുടെ ചിഹ്നങ്ങൾ ഹറമിലുമുണ്ട്, കഅബയിലുമുണ്ട്, പരിസരങ്ങളിലുമുണ്ട്. അവ ഓരോന്നും തന്നെ തിരുത്തിക്കൊണ്ട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഹറമിന്റെ പവിത്രതയും പൂർവസ്ഥിതിയിലേക്കും അതിനെ തിരിച്ചു കൊണ്ടുപോകുന്നു. അന്ന് ചില ആളുകൾ പറഞ്ഞു, അൽയൗമ യൗമുൽ മൽഹമ, ഇന്ന് യുദ്ധത്തിന്റെ ദിനമാണ്, രക്തത്തിന്റെ ദിനമാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി പറഞ്ഞു, അല്ല, അൽയൗമ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിനമാണ് എന്ന് സമൂഹത്തോട് തിരുത്തി പ്രഖ്യാപിച്ചു. പലരും കരുതിയത് മക്കയിലെ നേതാക്കന്മാരായ കുറ്റവാളികളായ ആളുകളെ ശിക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടക്കൊല നടക്കുന്ന രാജ്യമായിരിക്കുമെന്നാണ്. അങ്ങനെയാണല്ലോ ലോക ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ നിർഭയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന്റെ രക്തമൊഴുക്കുന്ന മാർഗം ഇസ്ലാമിൻ്റെതല്ല. ഇസ്ലാമിക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തിരിച്ചറിയേണ്ട വസ്തുതകളുണ്ട്. കുരിശുസേനക്കാർ ഫലസ്തീൻ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ കുരിശുസേന മുസ്ലിങ്ങൾക്കോട് ആഹ്വാനം ചെയ്തു, ആരെങ്കിലും ഖുബാ പള്ളിയുടെയും പരിസരങ്ങളിലും അഭയം തേടുന്നുവെങ്കിൽ നിങ്ങൾ തീർത്തും സുരക്ഷിതരായി